ഇന്ന് നമുക്കൊരു ഇളനീർ പുഡിംഗ് ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചവർക്ക് അറിയാം. ഇനി ഉണ്ടാക്കാൻ അറിയാത്തവർക്കായി ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. ഒരു ഇളനീർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളമാണ്, അത് മുഴുവൻ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. നമ്മൾ പുഡിംഗ് ആവണമെങ്കിൽ ചൈന ഗ്രാസ് മസ്റ്റ് ആണല്ലോ. ഞാൻ കുറച്ച് ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് നമ്മൾ കുറച്ച് അധികം എടുത്തു കഴിഞ്ഞാൽ അധികം പെട്ടെന്ന് സെറ്റാവും. നമ്മൾ കുറച്ചെടുത്താൽ കുറച്ചധികം സമയം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഇളനീർ വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി തിളച്ച് നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് നന്നായി അലിഞ്ഞ് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു കുറച്ച് സമയം 2-3 മിനിറ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏതിലാണോ ഇത് ഒഴിച്ച് വെക്കുന്നത് ആ പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേയൊക്കെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് രണ്ടും പിന്നെ മിക്സ് ചെയ്തിട്ടാണ് ഒന്നിച്ച് സെറ്റ് ചെയ്യണത്. ഇനി നമുക്കിത് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് സെറ്റാവാൻ വെക്കുന്ന സമയത്തിന് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലാറ്റിൻ കുറച്ച് അധികം ഇട്ടാൽ പെട്ടെന്ന് സെറ്റാവും കേട്ടോ. ഇനി നമ്മൾ ഇളനീർ എടുത്തിട്ടുണ്ട്. ഇളനീർ തന്നെ എടുക്കണം കേട്ടോ. ഇത് കുറച്ച് ഇളനീരിന്ന് കുറച്ച് പോവുകയും ചെയ്യുന്ന തേങ്ങ ആവാത്തൊരവസ്ഥയില്ല, അതാണിത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇളനീർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇളനീർ തന്നെയാണ്, എങ്കിലും കുറച്ചും കൂടി ഇളനീരിൽ നിന്ന് പോയൊരവസ്ഥയാണ് എന്നുള്ളൂ. ഇനി അതിൻ്റെ ബാക്കിലുള്ള ആ ബ്രൗൺ കളറില്ലേ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാരണം പ്ലെയിൻ കളറല്ലേ നമുക്ക് വേണ്ടത്, അതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റി നന്നായി കട്ട് ചെയ്താണ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗം എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വേണ്ട പാലാണ്. പാൽ ഞാൻ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇത് ചൈന ഗ്രാസ് അല്ല, ഇത് ജലാറ്റിനാണ് കേട്ടോ. ചൈന ഗ്രാസ് എൻ്റെ കയ്യിൽ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ജലാറ്റിൻ എടുത്തിട്ടുള്ളത്. നിങ്ങളത് ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനി നമുക്ക് ഈ ഇളനീരൊന്ന് അരച്ചെടുക്കാം. ഈ അരക്കുന്ന സമയത്ത് കുറച്ച് പാലും കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. പാനിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലിലേക്ക് പഞ്ചസാര, നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്തും കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായി ഇളക്കി പഞ്ചസാരയ്ക്ക് ഒന്ന് അരിഞ്ഞ ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ നന്നായി പഞ്ചസാര കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സായ ശേഷം നമ്മൾ ചൈന ഗ്രാസ് അല്ല, ജലാറ്റിനാണ്, നമ്മൾ ജലാറ്റിൻ കുതിർത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർത്ത് 1 മിനിറ്റ് ഒന്ന് മിക്സായ ശേഷം അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇളനീർ വെള്ളത്തിൻ്റെത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സമയവും ക്ഷമയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് സമയം കൂടി ഇതൊക്കെ സെറ്റാകാൻ വേണ്ടി വെക്കണം കേട്ടോ. കാരണം പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പതുക്കെ ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഇളനീർ വെള്ളം സെറ്റായതിന് ശേഷം മാത്രം നമ്മൾ തേങ്ങയുടെ പ്രോസസ്സ് ചെയ്താൽ മതി. കാരണം ഈ ഒരു ക്യൂബ് അതിലേക്ക് ഇടുമ്പോഴാണ് അത് കാണാനും കഴിക്കാനും ഭംഗിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേ പ്ലേറ്റിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ മാറ്റിയെടുത്തത്. ഇനി നമ്മൾ നേരത്തെ തേങ്ങയുടെ മിക്സ്, പാലും മിക്സും നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തതായിട്ട് പഞ്ചസാരയും ചേർത്തുള്ളത്, പഞ്ചസാരയും ചേർത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇത് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ പൊടിച്ചിടാം കേട്ടോ. അതുപോലെ ബദാമൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചിട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചു, പിന്നെ കുറച്ച് ക്യൂബ് ഇട്ടു, വീണ്ടും ഒഴിച്ചു, ബാക്കിയുള്ള ക്യൂബ്സൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ലെയറായിട്ട് ഒഴിച്ച് ക്യൂബിൻ്റെ ആവശ്യമില്ല, അത് മുഴുവൻ അടിയിൽ പോയി ഇതിനെ സെറ്റ് ആവും കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഫ്രീസറിൽ വെക്കണം. ഒരു ഓവർനൈറ്റ് വെക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിത് ഓവർനൈറ്റ് വെച്ച് നിങ്ങൾക്ക് പിറ്റേ ദിവസം കാണിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയത് വൈകുന്നേരമാണ്. രാത്രി ഒരു 7 മണി 8 മണി സമയത്ത് അവരെടുത്തു. പക്ഷേ കുഴപ്പമില്ലാതെ സെറ്റായിട്ടുണ്ടായിരുന്നു. നമുക്കിതിങ്ങനെ എടുത്ത് വേറെ ട്രേയിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിൽ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് വീഡിയോ കുറച്ച് ക്ലിയറിന് വേണ്ടി കാണാൻ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. നമ്മൾ ഒറ്റ ഒരു ഇളനീർ തേങ്ങ കൊണ്ടാണ് ഇത്രയും പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊതുവേ എനിക്കങ്ങനെ പുഡിങ്ങൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ ഈ ഇളനീർ പുഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുകൊണ്ട്. ഏത് പുഡിങ് ഇഷ്ടപ്പെടാത്തവർക്കും അത്രയും ടേസ്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറന്നു പോകണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്